അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസംഷൻസ് ഓഫ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സിൻ്റെ അസംഷൻസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു എസ്റ്റിമേറ്റുകൾ അല്ലേ, β1 β2 എന്ന് പറയുന്ന β1 ക്യാപ്പ് β2 ക്യാപ്പ് എന്ന് പറയുന്ന എസ്റ്റിമേറ്റ്സ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ β1 ക്യാപ്പും β2 ക്യാപ്പും എന്തിനു വേണ്ടിയാണ് കണ്ടുപിടിക്കുന്നത്? അത് കണ്ടുപിടിക്കുന്നത് β1ഉം β2ഉം കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് β1 β2 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ β1 ക്യാപ്പ് β2 ക്യാപ്പ് എന്ന് പറയുന്ന എസ്റ്റിമേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതായത് β1ഉം β2 ഒരു പോപ്പുലേഷൻ്റെ എസ്റ്റിമേറ്റ്സ്, പോപ്പുലേഷൻ്റെ വാല്യൂസ് ആയിരിക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാമ്പിൾസിൽ നിന്ന് β1 ക്യാപ്പും β2 ക്യാപ്പും എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. അപ്പം നമ്മളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് β1നും β2നും കുറിച്ച് ഇൻഫറൻസുകൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ എസ്റ്റിമേറ്റ്സ് എന്ത് ചെയ്യുന്നു? പാരാമീറ്റർ ആയിട്ട് ഒത്തുപോകുന്നു എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ β1ഉം β2ഉം കണ്ടുപിടിക്കാൻ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് β1 ക്യാപ്പും β2 ക്യാപ്പും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ β1 ക്യാപ്പും β2 ക്യാപ്പും എത്രത്തോളം β1ഉം β2 ആയിട്ട് എന്ത് ചെയ്യുന്നു? യോജിച്ച് പോകുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ നമുക്കറിയാം എന്താ yi എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്ന വേരിയബിൾസ്, അതായത് y ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ ആണ് y അല്ലേ. അതായത് എക്സ് ഇൻഡിപെൻഡൻറ്റും y ഡിപ്പെൻഡൻറ്റും വേരിയബിൾ ആണ്. y എക്സുകളെ മാത്രമല്ല യു എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യാത്ത പല ഫാക്ടേഴ്സിനെയും അതെന്ത് ചെയ്യുന്നുണ്ടാവും? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എക്സിനും യുവിനെയും ആര് ഡിപ്പെൻഡ് ചെയ്യും? y ഡിപ്പെൻഡ് ചെയ്യും. അതായത് എക്സിനും യുവിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് y ഉണ്ടാവുന്നത്. അപ്പോൾ y എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഏത് തരത്തിലാണ് എക്സും യുവും ചേഞ്ച് ചെയ്യണത് എന്ന് എന്ത് ചെയ്താൽ മതി? അറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഈ β1 β2നെ കുറിച്ച് ഇൻഫറൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇൻഫറൻസ് കണ്ടുപിടിക്കാൻ ഈ എക്സ് അതുപോലെ യു എന്നിവ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ എക്സിനും യുവിനും വാലിഡ് ആയിട്ടുള്ള കുറച്ച് ഇന്റർപ്രിട്ടേഷൻസ് ആവശ്യമുണ്ട്. അതായത് എക്സ് എങ്ങനെയുള്ള എക്സ് ആയിരിക്കണം, എങ്ങനെയുള്ള യു ആയിരിക്കണം എന്നുള്ള ചില ഇന്റർപ്രിട്ടേഷൻസും കൂടി ഈ എന്തിനാവശ്യമുണ്ട്? β1നും β2നോടും എത്രത്തോളം β1 ക്യാപ്പും β2 ക്യാപ്പും അടുത്ത് നിൽക്കുന്നു എന്നുള്ളതിന് എന്ത് ചെയ്യണം? എക്സിൻ്റെയും യുവിൻ്റെയും ചില വാല്യൂസിനെ കുറിച്ച് ചില എന്ത് വേണം? ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ എന്തൊക്കെയാണ് എക്സ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ യു എങ്ങനെയായിരിക്കണം എന്നുള്ള ആ കുറച്ച് ഇന്റർപ്രിട്ടേഷൻസിനെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് ആ എക്സിൻ്റെയും യുവിൻ്റെയും വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാലിഡ് ഇന്റർപ്രിട്ടേഷന് വേണ്ടി എക്സിൻ്റെയും യുവിൻ്റെയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദ സ്റ്റാൻഡേർഡ് ഓർ ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽ, ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിഗ്രഷൻ മോഡൽ, അതായത് ഈ β1 β2 എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റിഗ്രഷൻ മോഡൽ, അതായത് ക്ലാസിക്കൽ റിഗ്രഷൻ മോഡലിന് താഴെ പറയുന്ന അസംഷൻസ് ഉണ്ടായിരിക്കണം. ഈ താഴെ പറയുന്ന അസംഷൻസ് ഉള്ള ഒരു മോഡലിനെ, റിഗ്രഷൻ മോഡലിനെ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? ക്ലാസിക്കൽ റിഗ്രഷൻ മോഡൽ എന്ന് വിളിക്കുള്ളൂ. ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ, ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ, CLRM എന്നാണ് എന്ത് ഷോർട്ടായിട്ട് പറയാം. അപ്പം താഴെ പറയുന്നതാണ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽസിന്റെ അസംഷൻസ്. അതായത് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ റിഗ്രഷൻ മോഡൽ എന്തായിട്ടുണ്ടാവുള്ളൂ? വാലിഡ് ആയിരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ കാര്യം, ദ റിഗ്രഷൻ മോഡൽ ഈസ് ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ്. റിഗ്രഷൻ മോഡൽ പാരാമീറ്റേഴ്സിൽ ലീനിയർ ആയിരിക്കും. പാരാമീറ്റേഴ്സ് ലീനിയർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ β1 β2 എന്ന് പറയുന്നതിൻ്റെ പവർ അല്ലെങ്കിൽ ഡിഗ്രി എത്രയായിരിക്കണം? 1 ആയിരിക്കണം. അതിൽ പാരാമീറ്റേഴ്സിന്റെ ഡിഗ്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതാണ് ഫസ്റ്റത്തെ അസംഷൻ. അപ്പോൾ പാരാമീറ്റേഴ്സിന്റെ ഡിഗ്രി 1 ആയിട്ടുള്ള അത് മാത്രമേ, അല്ലെങ്കിൽ പാരാമീറ്ററിൽ ലീനിയർ ആണെങ്കിൽ മാത്രമേ ഈ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ത് ചെയ്യുള്ളൂ? വാലിഡ് ആയിരിക്കുകയുള്ളൂ. പിന്നെ x values are fixed in repeated sampling. x values
റിപ്പീറ്റഡ് ആണ്, എക്സ് വാല്യൂസ് ആർ ഫിക്സ്ഡ് ഇൻ റിപ്പീറ്റഡ് സാമ്പിളിംഗ്. അതായത് എക്സിന്റെ വാല്യൂസ് ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഓരോ വർഷം 2000 മുതൽ 2010 വരെയുള്ള, അപ്പോൾ 2000, 2001, 2002, 2003 അത് ഫിക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എക്സിന്റെ വാല്യൂസ് ഫിക്സ്ഡ് ആയിരിക്കും. അതായത് എക്സുകൾ എന്തായിരിക്കും? നോൺ സ്റ്റൊക്കാസ്റ്റിക് ആയിരിക്കും. അടുത്തത് സീറോ മീൻ. സീറോ മീൻ എന്ന് പറയുന്നത് ആരെടുക്കാണ് സീറോ മീൻ? എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ്. എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റർബൻസ് ടേം ഉണ്ടായിരിക്കും. ഒറിജിനൽ വാല്യൂവും നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ വാല്യൂ ഇതാ ഇങ്ങനെയാണ് പോകുന്നതായിരിക്കും. അതായത് ഞാൻ ഇങ്ങനെയാണ് നമുക്ക് ഒറിജിനൽ ആയിട്ട് കിട്ടേണ്ടത്, ശരിക്കും കിട്ടേണ്ടത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഒറിജിനൽ ആയിട്ട് കിട്ടിയ കുറച്ച് വാല്യൂസ് ഇങ്ങനെ മുകളിലേക്കും ഇതിന് താഴേക്കും കുറച്ച് വാല്യൂസ് ഉണ്ട് വിചാരിക്കുക. അപ്പം എന്താണ് പറയുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് ഈ വാല്യൂസ് ഒക്കെ കിട്ടാനുള്ള കാരണം അതിന്റെ ഡിസ്റ്റർബൻസ് ടേമുകളാണ്. ഇതിന്റെ താഴോട്ട് വന്നിട്ട് വാല്യൂസും ഡിസ്റ്റർബൻസും ആണ്. അപ്പൊ ഈ വാല്യൂസിന്റെ എല്ലാത്തിന്റെയും കൂടി മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റർബൻസ് ടേമുകളുടെ എല്ലാത്തിന്റെയും കൂടി മീൻ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് u1 പ്ലസ് u2 പ്ലസ് u3 എല്ലാത്തിന്റെയും എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം, അതായത് ഈ മീൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു സീറോ. അതായത് ഇപ്പോൾ ഇവിടെ 1, 2 ഇതിന് ഇപ്പം ആക്ച്വൽ വാല്യൂവിനെക്കാളും ഒരു 2, 3, 4, 5 ഒക്കെ കൂടുതലായിരിക്കും ഈ പോയിന്റുകൾ ഉണ്ടാവും. ഈ താഴെയുള്ള പോയിന്റുകളോ ഒരു 2, 3, 4, 5 ഒക്കെ കുറവായിരിക്കും ഉണ്ടാവുക. അതായത് ഇത് പ്ലസ് വാല്യൂസും മൈനസ് വാല്യൂസും ആയിരിക്കും ഉണ്ടാവുക. രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക? സീറോയാണ് ഉണ്ടാവുക. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. അതായത് ഡിസ്റ്റർബൻസ് ടേമുകളുടെ മീൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതുപോലെ ഡിസ്റ്റർബൻസ് ടേമുകളുടെ വേരിയൻസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. അതായത് വേരിയൻസ് ഓഫ് യു ഐ ഡിസ്റ്റർബൻസ് ടേമുകളുടെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആയിരിക്കും. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ സ്ക്വയർ ആണ് ഉണ്ടാവുക. പിന്നെ നോ ഓട്ടോ കോറിലേഷൻ ബിറ്റ്വീൻ ദ ഡിസ്റ്റർബൻസസ്. അതായത് ഇപ്പം u1 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റർബൻസ്, u2 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റർബൻസ്. എന്താ ഡിസ്റ്റർബൻസ് ടേം എന്നുള്ളത് നിങ്ങൾ മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ അഫക്ട് ചെയ്യുന്ന കുറേ എന്തുണ്ടായിരിക്കും? ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഡിസ്റ്റർബൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ എന്താണ് ഏതൊക്കെയായിരുന്നു? ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ടായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അതുപോലെ വൈ ആയിട്ട് എക്സ്പെൻഡിച്ചർ ആയിരുന്നു എടുത്തിരുന്നത്. അതായത് എക്സ്പെൻഡിച്ചർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻകം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ആയിരുന്നു. അതിൽ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലാണ്ട് വേറെ പല കാര്യങ്ങളും എക്സ്പെൻഡിച്ചറിനെ എഫക്ട് ചെയ്യാം. ഫാമിലിന്റെ സൈസ്, ഫാമിലിന്റെ വെൽത്ത് എന്നുള്ളതൊക്കെ അതിനെ എന്ത് ചെയ്യായിരുന്നു? എഫക്ട് ചെയ്യായിരുന്നു. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ ആ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ആ വേരിയേഷനെയാണ് നമ്മൾ ഡിസ്റ്റർബൻസ് എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള ഓരോ വേരിയേഷൻസിന്റെയും കോറിലേഷൻ നോക്കുകയാണെങ്കിൽ അത് തമ്മിൽ എന്തുണ്ടായിരിക്കും? നോ കോറിലേഷൻ ആയിരിക്കും. അതായത് there is no auto correlation between the disturbances. അതായത് u1 ഉം u2 ഉം തമ്മിൽ അല്ലെങ്കിൽ ui യും uj യും തമ്മിലുള്ള കോറിലേഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതായത് അതിനെ എഫക്ട് ചെയ്യുന്ന വേറെ ഫാക്ടേഴ്സ് പരസ്പരമുള്ള കോറിലേഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ ഫാമിലി വെൽത്തും ഫാമിലി സൈസും രണ്ട് ഡിസ്റ്റർബൻസ് ടേമുകളാണ്. അത് തമ്മിലുള്ള കോറിലേഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അത് തമ്മിൽ നോൺ കോറിലേറ്റഡ് ആയിരിക്കും. അതുപോലെ സീറോ കോവേരിയൻസ് ബിറ്റ്വീൻ യു ഐ ആൻഡ് എക്സ്ഐയും യു ഐയും തമ്മിൽ എന്തായിരിക്കും? സീറോ വേരിയൻസ് ആയിരിക്കും. അതായത് കോറിലേഷൻ ഓഫ് എക്സ്ഐ ആൻഡ് യു ഐ ആ ഇൻഡിപെൻഡന്റ് വേരിയബിളും അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസസും തമ്മിലുള്ള കോറിലേഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അത് തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. അതായത് കോവേരിയൻസ് ഓഫ് യു ഐ ആൻഡ് എക്സ് ഐ ഈക്വൽ ടു സീറോ ആണ്. അടുത്ത പ്രോപ്പർട്ടി എന്താ പറയണത് നോക്കിയാൽ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ടു ബി എസ്റ്റിമേറ്റഡ്. ഒബ്സർവേഷന്റെ എണ്ണം പാരാമീറ്റേഴ്സിന്റെ എണ്ണത്തിനേക്കാളും കൂടുതലായിരിക്കണം.
അതായത് ഇപ്പോൾ രണ്ട് പാരാമീറ്റേഴ്സ് β1 β2 ആണ് രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റേഴ്സിന്റെ എണ്ണം എന്തായിരിക്കണം? എസ്റ്റിമേറ്റേഴ്സ് അല്ല, ഒബ്സർവേഷന്റെ എണ്ണം രണ്ടിൽ കൂടുതലായിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് 3 ഒബ്സർവേഷൻ എങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ ഒബ്സർവേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് രണ്ട് വേരിയബിളിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത്, the variability in x values that means variance of x must be a finite positive number. x ന്റെ വേരിയൻസ് കാണുമ്പോൾ, x എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇൻഡിപെൻഡന്റ് വേരിയബിളിലെ എക്സിന്റെ വേരിയൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ആയിരിക്കും. അതിനൊരു ഫൈനൈറ്റ് വേരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് വേരിയൻസ് ഓഫ് xi എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ് ആൻഡ് പോസിറ്റീവ്. അത് ഫൈനൈറ്റും ആയിരിക്കണം, പോസിറ്റീവും ആയിരിക്കണം. അടുത്തത്, the regression model is correctly specified. ആ റിഗ്രഷൻ മോഡൽ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിരിക്കണം. അതായത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്തായിരിക്കണം? സ്പെസിഫൈഡ് ആയിരിക്കണം. പിന്നെ there is no perfect multicollinearity അഥവാ there is no perfect linear relationship among explanatory variables. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, ഈ വേരിയബിൾസ് തമ്മിൽ ഒരു കൃത്യമായിട്ട് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കില്ല? ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. അതായത് മൾട്ടി കൊളീനിയാരിറ്റി, ഒന്നിലധികം വേരിയബിൾസ് ഉണ്ടാകുമ്പോൾ അത് തമ്മിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ, ഒരു ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ അസംഷൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സോൾവ് ചെയ്തുകൊണ്ട് നമ്മുടെ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ്. ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് അതായത് β1 ക്യാപ്പ്, β2 ക്യാപ്പ് തുടങ്ങിയവയുടെ അതാണ് എസ്റ്റിമേറ്റേഴ്സ്. β1ന്റെയും β2ന്റെയും എസ്റ്റിമേറ്റേഴ്സ് ആണ് β1 ക്യാപ്പും β2 ക്യാപ്പും. ഈ എസ്റ്റിമേറ്റേഴ്സിന്റെ മീനും അതുപോലെ വേരിയൻസും, അതിന്റെ മീൻ എന്താണ്, അതിന്റെ വേരിയൻസ് എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? നോക്കാൻ പോകുന്നത്. അതായത് ആദ്യം β2 ക്യാപ്പ് മീൻ ഓഫ് β2 ക്യാപ്പ് ഇസ് ഈക്വൽ ടു β2. അതായത് മീൻ ഓഫ് β2 ക്യാപ്പിന്റെ മീൻ എന്ന് പറയുന്നത് β2ന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് β2 ക്യാപ്പ് ഇസ് ഈക്വൽ ടു β2. എക്സ്പെക്ടേഷൻ ഓഫ് β2 ക്യാപ്പ് ഇസ് ഈക്വൽ ടു β2 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? എക്സ് ബാർ ഈസ് ദ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ എന്ന് പറഞ്ഞിരുന്നു. അതായത് അതുപോലെ തന്നെയല്ലേ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് β2 ക്യാപ്പ് ഇസ് ഈക്വൽ ടു β2 എന്ന് പറയുമ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? β2 ക്യാപ്പ് ഈസ് ദ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് β2 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ തെളിയിക്കാൻ പോകുന്ന കാര്യം ഇത്രയാണ്. മീൻ ഓഫ് β2 ക്യാപ്പിന്റെ മീൻ, അതായത് എല്ലാ β2 ക്യാപ്പും കൂടി ആഡ് ചെയ്ത് അത് എത്ര ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് β2ന് ഈക്വൽ ആയിരിക്കും എന്നാണ്. അത് ചുമ്മാണ്ട് പറഞ്ഞു എന്നുള്ള മാത്രമല്ല, ഇവിടെ അതിനുള്ള പ്രൂഫും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കുക, ആദ്യം തന്നെ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. β2 ക്യാപ്പ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ xi yi ഡിവൈഡഡ് ബൈ സമ്മേഷൻ xi സ്ക്വയർ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതിന്ന് ഇങ്ങനെ ഒരു ഇക്വേഷൻ, അതായത് ഏതിനെ? സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ സമ്മേഷൻ xi സ്ക്വയറിനെ നമ്മൾ സമ്മേഷൻ ki എന്ന് റെപ്രസെന്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ β2 ക്യാപ്പിനെ സമ്മേഷൻ ki yi എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന് മുന്നേ ഉള്ള സെക്ഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ β2 ക്യാപ്പിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? സമ്മേഷൻ ki yi എന്ന് എഴുതാൻ പറ്റും. അതായത് we have β2 ക്യാപ്പ് is equal to summation ki yi. ഇനിയോ ഈ yi, ഈ സ്മോൾ yi എന്ന് പറയുന്നത്, സ്മോൾ yi is equal to ക്യാപിറ്റൽ yi മൈനസ് y ബാർ.
ക്യാപിറ്റൽ വൈ ഐ മൈനസ് വൈ ബാറിന് ഈക്വൽ ആണ് സ്മോൾ വൈ ഐ എന്ന് നമ്മൾ ഇതിന് മുന്നത്തെ ഈ പറഞ്ഞിട്ടുള്ള സമ്മേഷൻ കെ ഐ വൈ ഐ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. വൈ ഐ ഇസ് ഈക്വൽ ടു വൈ ഐ മൈനസ് വൈ ബാർ. അപ്പോൾ എന്ത് ചെയ്യുന്നു, സമ്മേഷൻ കെ ഐ വൈ ഐക്ക് പകരം ക്യാപിറ്റൽ വൈ ഐ മൈനസ് വൈ ബാർ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി അത് എക്സ്പാൻഡ് ചെയ്യുന്നു, അതായത് സമ്മേഷൻ ഓഫ് കെ ഐ ഇൻറ്റു വൈ ഐ, കെ ഐയും വൈ ഐ ഇൻറ്റു ചെയ്യുന്നു, അതുപോലെ കെ ഐയും വൈ ബാറും ഇൻറ്റു ചെയ്യുന്നു, മൈനസ് സമ്മേഷൻ കെ ഐ വൈ ബാർ. ഓക്കെ, ഇനി നോക്കിയേ സമ്മേഷൻ കെ ഐ വൈ ഐ അല്ലേ, ഇത് എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ സമ്മേഷൻ കെ ഐ, ഈ ടേമിലെ സമ്മേഷൻ കെ ഐ വൈ ഐക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈ ഐ ഇസ് ഇക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ് ഐ പ്ലസ് യു ഐ ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. വൈ ഐ ഇസ് ഇക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ് ഐ പ്ലസ് യു ഐ ആണെന്ന്. അപ്പോൾ ആ വൈ ഐക്ക് പകരം നമ്മൾ ബീറ്റ വൺ ഇൻറ്റു ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇത് വൈ ഐക്ക് പകരം കെ ഐ ഇൻറ്റു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ് ഐ പ്ലസ് യു ഐ, പിന്നെ മൈനസ് സീറോ, ആ സെക്ഷൻ സീറോ വരാനുള്ള കാരണം എന്താ, ഇത് സീറോ ആണ്, കാരണം എന്താണ്, സമ്മേഷൻ കെ ഐ വൈ ബാർ, സമ്മേഷൻ കെ ഐ വൈ ബാർ എന്ന്, സമ്മേഷൻ കെ ഐ വൈ ബാർ എന്ന്, വൈ ബാർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതിന് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്തായിരിക്കും, വൈ ബാർ സമ്മേഷൻ കെ ഐ എന്ന് കിട്ടും, വൈ ബാർ സമ്മേഷൻ കെ ഐ എന്ന് കിട്ടും, വൈ ബാർ സമ്മേഷൻ കെ ഐ, സമ്മേഷൻ കെ ഐ ഓൾവേസ് ബിക്കം സീറോ എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വൈ ബാർ ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സീറോ ആണ് കിട്ടുക. അപ്പോൾ ഈ ടേം എന്തായിട്ട് പോവും, രണ്ടാമത്തെ ഈ ടേം സീറോ ആയിട്ട് പോവും. ബാക്കി ആരേ ഉണ്ടാവുള്ളൂ, സമ്മേഷൻ കെ ഐ വൈ ഐ ഉണ്ടാവുള്ളൂ. സമ്മേഷൻ കെ ഐ ഇൻറ്റു വൈ ഐക്ക് പകരം നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ബീറ്റ വൺ ഇതിൻ്റെ എക്സ്പാൻഷൻ, ഈ മുകളിൽ കൊടുത്തതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ ചെയ്യുന്നു, ബീറ്റ വൺ ഇൻറ്റു കെ വൺ പ്ലസ് ബീറ്റ ടു കെ ഐ എക്സ് ഐ പ്ലസ് കെ ഐ യു ഐ. ഓക്കെ, ഇതിൻ്റെ എക്സ്പാൻഷനാണ്, ഇതിൻ്റെ എക്സ്പാൻഷനാണ് താഴെ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി എക്സ്പാൻഡ് ചെയ്യുക, സാധനം എക്സ്പാൻഡ് ചെയ്താൽ ബീറ്റ വൺ കെ ഐ അല്ലേ, ഇതിൽ എന്തൊക്കെ, സമ്മേഷൻ കെ ഐ ഇസ് ഇക്വൽ ടു സീറോ ആണെന്ന് നമുക്കറിയാം, സമ്മേഷൻ കെ ഐ ഇസ് ഇക്വൽ ടു സീറോ ആണെന്നും സമ്മേഷൻ കെ ഐ എക്സ് ഐ ഇസ് ഇക്വൽ ടു വൺ ആണെന്നും നമുക്കറിയാം. നമുക്ക് സമ്മേഷൻ കെ ഐ ഇസ് ഇക്വൽ ടു സീറോ ആകുമ്പോൾ ഇതൊരു സീറോ ആയിപ്പോയി, ഇത് സീറോ ആയി, ഈ ടേം മൊത്തത്തിൽ എന്തായിപ്പോയി, സീറോ ആയിപ്പോയി. പിന്നെ ബാക്കി എന്താ ഉള്ളത്, സമ്മേഷൻ കെ ഐ എക്സ് ഐ, ഈ സാധനം വൺ ആയിപ്പോയി, വൺ ഇൻറ്റു ബീറ്റ ടു, വൺ ഇൻറ്റു ബീറ്റ ടു എന്ന് പറഞ്ഞാൽ അത് ബീറ്റ ടു ആണ്, വൺ ഇൻറ്റു ബീറ്റ ടു പറഞ്ഞാൽ അത് ബീറ്റ ടു ആണ്. പിന്നെ വേറെ എന്താ ഉള്ളത്, സമ്മേഷൻ കെ ഐ യു ഐ, സമ്മേഷൻ കെ ഐ യു ഐ താഴേക്ക് എന്ത് ചെയ്തു, എഴുതി. അതായത് ബീറ്റ ടു ക്യാപ് ഇസ് ഈക്വൽ ടു ബീറ്റ ടു പ്ലസ് സമ്മേഷൻ കെ ഐ യു ഐ എന്ന് കിട്ടി. ഇനി രണ്ട് സൈഡിലും എക്സ്പെക്ടേഷൻ കൊടുക്കുന്നു നമ്മൾ, എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്, എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ് കിട്ടി. ഇവിടെ ബീറ്റ ടു പ്ലസ് സമ്മേഷൻ കെ ഐ യു കെ എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു, എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ കെ ഐ യു ഐ. നോക്കൂ, എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു അല്ലേ, എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു എന്ന് പറഞ്ഞാൽ, എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു എന്ന് പറഞ്ഞാൽ അതെന്ത് തന്നെയാണ്, ബീറ്റ ടു തന്നെയാണ്. ഇപ്പം എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്. അതുപോലെ ഇവിടെ ബീറ്റ ടു എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാരാമെട്രിക് വാല്യൂ ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ബീറ്റ ടു തന്നെയാണ്. പിന്നെയോ എക്സ്പെക്ടേഷൻ ഓഫ് കെ ഐ യു ഐ, അത് നമ്മൾ ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, സമ്മേഷൻ കെ ഐ എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ, സമ്മേഷൻ കെ ഐ എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ എന്നല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ ഈക്വൽ ടു സീറോ ആണെന്ന് നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ കണ്ട അസംഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എവിടെ, എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ ഇസ് ഈക്വൽ ടു, എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ ഇസ് ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ അസംഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ ഇസ് ഈക്വൽ ടു സീറോ ആയാൽ ഇത് സീറോ ആയി, സീറോ ഇൻറ്റു സമ്മേഷൻ കെ ഐ എന്ന് പറഞ്ഞാൽ അതും സീറോ ആയി. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ സീറോ ആയി, ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, ബീറ്റ ടു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ് ഇസ് ഈക്വൽ ടു ബീറ്റ ടു എന്ന് കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ് ഇസ് ഈക്വൽ ടു ബീറ്റ ടു എന്ന് കിട്ടി. അതായത് ബീറ്റ ടു ക്യാപ്, ഇവിടെ എക്സ്പെക്ടേഷൻ വേണ്ട ആവശ്യമില്ല, ബീറ്റ ടു ക്യാപ് ഈസ് കോൾഡ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. ബീറ്റ ടു ക്യാപ്പിനെ നമുക്ക് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ബീറ്റ ടു എന്ന് വിളിക്കാൻ പറ്റും. ബീറ്റ ടു ക്യാപ് ഈസ് എൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ബീറ്റ ടു എന്ന് നമുക്ക് ഇതൊന്നും എന്ത് ചെയ്യാം,
പറയാൻ പറ്റും. അതായത് നമുക്ക് കിട്ടി മീൻ ഓഫ് ബീറ്റ ടു ക്യാപ്, ബീറ്റ ടു ക്യാപ്പിന്റെ മീൻ, ബീറ്റ ടു ക്യാപ്പിന്റെ മീൻ എന്ന് പറയുന്നത് ബീറ്റ ടുവിന് ഈക്വൽ ആണ് എന്ന് കിട്ടി. ഇനി ഇതേപോലെ വേരിയൻസ് ഓഫ് ബീറ്റ ടു ക്യാപ്പ് കാണാനുണ്ട്. ഇവിടെ നമ്മൾ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് ആണ്. അതായത് ബീറ്റ വൺ ക്യാപ്പിന്റെയും ബീറ്റ ടു ക്യാപ്പിന്റെയും മീനും വേരിയൻസും ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ബീറ്റ ടു ക്യാപ്പിന്റെ മീൻ കണ്ടു. അടുത്ത ബീറ്റ ടു ക്യാപ്പിന്റെ വേരിയൻസ് കാണാൻ പോവാണ്. ബീറ്റ ടു ക്യാപ്പിന്റെ വേരിയൻസ് കണ്ടാൽ കിട്ടുന്നത് ഇതായിരിക്കണം. അത് തന്നിട്ടുണ്ട്, കിട്ടുന്നത് ഇതാണ് തന്നിട്ടുണ്ട്, നമ്മളത് പ്രൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കാം. വേരിയൻസ് ഓഫ് ബീറ്റ ടു ക്യാപ്പ്, വേരിയൻസ് ഓഫ് ബീറ്റ ടു ക്യാപ്പ് ഈ മുകളിൽ കാണുന്നതാണെന്ന് എത്തിക്കണം അല്ലേ. വേരിയൻസ് ഓഫ് ബീറ്റ ടു ക്യാപ്പ്, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്ന പോലെ വേരിയൻസ് ഓഫ് ബീറ്റ ടു ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ഹോൾ സ്ക്വയർ. അതായത് വേരിയൻസ് ഓഫ് എക്സ് എങ്ങനെയാണോ നമ്മൾ എഴുതുന്നത് അതുപോലെ വേരിയൻസ് ഓഫ് ബീറ്റ ടു ക്യാപ്പ് നമ്മൾ എഴുതി. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അതുപോലെ വേരിയൻസ് ഓഫ് ബീറ്റ ടു എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പ് ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അത് എക്സ്പാൻഡ് ചെയ്യാണ്. എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പ് മൈനസ് ബീറ്റ ടു, അതെങ്ങനെയാ വന്നേ? ഈ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടുവിനെ ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ ടു ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പിന് ഇവിടെ എന്ത് ചെയ്തു? ബീറ്റ ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അതെന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് നോക്കിയേ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ. എക്സ്പാൻഷൻ ആണോ നോക്കുക. ടെക്സ്റ്റിന്റെ ബീറ്റ ടു അങ്ങനെ ആ എക്സ്പാൻഷൻ അല്ല കൊടുത്തത് കേട്ടോ. സോറി, ആ എക്സ്പാൻഷൻ അല്ല. ആ എക്സ്പാൻഷൻ മുന്നേ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കിയേ, ഈ ബീറ്റ ടു ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഓൾറെഡി മോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബീറ്റ ടു ക്യാപ്പ് ഇസ് ഇക്വൽ ടു ബീറ്റ ടു പ്ലസ് സമ്മേഷൻ കെ ഐ യു ഐ. ബീറ്റ ടു ക്യാപ്പ് ഇസ് ഇക്വൽ ടു ബീറ്റ ടു പ്ലസ് സമ്മേഷൻ കെ ഐ യു ഐ. എവിടെയാണുള്ളത് നോക്കിയേ, ബീറ്റ ടു ക്യാപ്പ് ഇസ് അവിടെ ഉണ്ട്. ബീറ്റ ടു ക്യാപ്പ് ഇസ് ഇക്വൽ ടു ബീറ്റ ടു പ്ലസ് സമ്മേഷൻ കെ ഐ യു ഐ. ഈ സാധനമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ബീറ്റ ടു ക്യാപ്പിന് പകരം ബീറ്റ ടു പ്ലസ് സമ്മേഷൻ കെ ഐ യു ഐനെ ഞാൻ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബീറ്റ ടു ക്യാപ്പിന് പകരം ബീറ്റ ടു പ്ലസ് സമ്മേഷൻ കെ ഐ യു ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൈനസ് ബീറ്റ ടു ഹോൾ സ്ക്വയർ. ഈ ബീറ്റ ടുവും എന്ത് ചെയ്യും? ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? എക്സ്പെക്ടേഷൻ ഉണ്ടാവും, പിന്നെ ഈ ടേം സമ്മേഷൻ കെ ഐ യു ഐ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ കെ ഐ യു ഐ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ കെ ഐ യു ഐ ഹോൾ സ്ക്വയർ എന്ത് ചെയ്യുന്നു? ആ എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ കെ ഐ യു ഐ ഹോൾ സ്ക്വയർ അല്ലേ. അതായത് ആദ്യം ഐക്ക് പകരം 1 കൊടുക്കുക, പിന്നെ ഐക്ക് പകരം 2 കൊടുക്കുക, പിന്നെ ഐക്ക് പകരം 3 കൊടുക്കുക. അങ്ങനെ കുറേ ടേമുകളുടെ എന്താണ്? ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? എന്താ? സമ്മേഷൻ കെ വൺ യു വൺ, സമ്മേഷന് പകരം നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ കെ വൺ യു വൺ പ്ലസ് കെ ടു യു ടു പ്ലസ് കെ ത്രീ യു ത്രീ പ്ലസ് എക്സെട്ര അങ്ങനെ പോയിട്ട് കെ എൻ യു എൻ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി എന്താണ്? സ്ക്വയർ ആണല്ലോ. അപ്പോൾ ആ എക്സ്പാൻഷൻ ഇതാ ഈ സ്റ്റെപ്പ് ഇവിടെയാണ് കേട്ടോ വരേണ്ടത്. ഞാൻ അതാണ് ആരോ മാർക്ക് കൊടുത്തത്. ഈ എക്സ്പെക്ടേഷന് പകരം അല്ല, ഈ സമ്മേഷന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഐക്ക് വാല്യൂസ് കൊടുത്തതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ സാധനത്തിന്റെ ഇപ്പൊ നമ്മൾ എഴുതിയതിന്റെ എക്സ്പാൻഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സ്പെക്ടേഷൻ അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ആളുകൾ കെ വൺ യു വൺ കെ ടു യു ടു കെ ത്രീ യു ത്രീ അങ്ങനെ എക്സെട്ര കെ എൻ യു എന്നിന്റെ ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ആണ് അല്ലേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി ആണ്. അതായത് ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ ലാസ്റ്റ് ടേമിന്റെ സ്ക്വയറും പിന്നെ 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതും. അപ്പൊ അതുപോലെ ഇവിടെ
എക്സ്പാൻഷൻ ആണ്. ഏതാ? ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ k1 സ്ക്വയർ പ്ലസ് un സ്ക്വയർ. ലാസ്റ്റ് ടേമിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ kn സ്ക്വയർ പ്ലസ് un സ്ക്വയർ അങ്ങനെ വരും അല്ലേ? പിന്നെ രണ്ടാമത്തെ ടേമിന്റെ സ്ക്വയർ വരും, മൂന്നാമത്തെ ടേമിന്റെ സ്ക്വയർ വരും, അങ്ങനെ എല്ലാ ടേമിന്റെ സ്ക്വയർ വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത് k1 സ്ക്വയർ പ്ലസ് u1 സ്ക്വയർ പ്ലസ് k2 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് എക്സെട്ര kn സ്ക്വയർ പ്ലസ് un സ്ക്വയർ. അപ്പം a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ടേം പോലെ ഇവിടെ എല്ലാത്തിൻ്റെയും സ്ക്വയർ വന്നു. ഇനി 2ab ടേം എങ്ങനെയായിരിക്കും വരിക? 2 ഇൻറ്റു എന്താ 2 ഇൻറ്റു k1 k2 u1 u2 പ്ലസ് 2 ഇൻറ്റു k2 k3 u2 u3 എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുള്ള എല്ലാ കെകളും എല്ലാ യുകളും അതിന്റെ കോമ്പിനേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നു? വരുന്നു. അപ്പൊ അതായത് 2k1 k2 u1 u2 അതുപോലെ 2k2 k3 u2 u3 അതുപോലെ ഇങ്ങനെ വന്നിട്ട് എങ്ങനെയായിരിക്കും? 2kn-1 kn, അതായത് ഇവിടെ k1 k2, അടുത്ത k2 k3, അടുത്ത k3 k4 എന്ന് പറയുമ്പോൾ kn വരണമെങ്കിൽ തൊട്ട് മുന്നത്തെ kn-1 വരണം, അതുപോലെ un വരണമെങ്കിൽ un-1 വരണം. അങ്ങനെയാണ് കിട്ടിയത്. ഇനി എക്സ്പെക്ടേഷൻ നമ്മൾ ഈ പറയുന്ന എല്ലാത്തിനും എക്സ്പെക്ടേഷൻ, ഈ ടൈമിലും എല്ലാത്തിനും എക്സ്പെക്ടേഷൻ കൊടുക്കുകയാണ്. എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നോക്കിയേ. k1 സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് u1 സ്ക്വയർ, k2 സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് u2 സ്ക്വയർ എക്സെട്ര kn സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് un സ്ക്വയർ. അതുപോലെ 2k1 k2 എക്സ്പെക്ടേഷൻ ഓഫ് u1 u2, അതുപോലെ 2k2 k3 എക്സ്പെക്ടേഷൻ ഓഫ് u2 u3, അങ്ങനെ 2kn-1 kn എക്സ്പെക്ടേഷൻ ഓഫ് un-1 un എന്ന് കിട്ടി. നോക്കിയേ, ഇത് നമുക്ക് തൊട്ട് മുകളിലെ അസംഷൻസിൽ എഴുതിയിട്ടുണ്ട്. എന്ത്? എക്സ്പെക്ടേഷൻ ഓഫ് u1 u2, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ui uj ഈക്വൽ ടു 0 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഈ ടേം 0 ആയി പോവും, ഈ ടേം 0 ആവും. കാരണം എക്സ്പെക്ടേഷൻ ഓഫ് u1 u2 എക്സ്പെക്ടേഷൻ ഓഫ് u2 u3 എന്നൊക്കെ പറയുന്നത് എന്താണ്? 0 ആണ് വരിക. ഓക്കെ, അപ്പൊ ഈ ടേമുകളൊക്കെ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക നോക്കുക. ബാക്കി ഉണ്ടാവുക എങ്ങനെയായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് u1 സ്ക്വയർ, എക്സ്പെക്ടേഷൻ ഓഫ് u1 സ്ക്വയർ എന്താണ്? അത് സിഗ്മ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് u1 സ്ക്വയർ സിഗ്മ സ്ക്വയർ ആണ്. നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്? അസംഷനിൽ എഴുതിയിട്ടുണ്ട്. ഈ അസംഷനിൽ എഴുതിയിട്ടുണ്ട്. എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് u1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്ന് അസംഷനിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ പറഞ്ഞതിനൊക്കെ നമ്മൾ അസംഷൻസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു സിഗ്മ സ്ക്വയർ, എക്സ്പെക്ടേഷൻ ഓഫ് u1 സ്ക്വയർ, ഇവിടെ സിഗ്മ സ്ക്വയർ, ഇവിടെ ഒരു സിഗ്മ സ്ക്വയർ, ഇവിടെ സിഗ്മ സ്ക്വയർ, അങ്ങനെ എല്ലാത്തിലും സിഗ്മ സ്ക്വയർ ഉണ്ടാവും. ആ സിഗ്മ സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? k1 സ്ക്വയർ, k2 സ്ക്വയർ, k3 സ്ക്വയർ, k4 സ്ക്വയർ, അതിൻ്റെയൊക്കെ എന്ത്? സമ്മേഷൻ ആണ്. അപ്പൊ അവിടെ അതിനെല്ലാത്തിനും കോമൺ ആയിട്ട് സമ്മേഷൻ ki സ്ക്വയർ എന്ന് കൊടുത്തു. ഈ ടേം മൊത്തത്തിൽ എന്തായിട്ട് പോവും? ഈ ടേം മൊത്തത്തിൽ 0 ആയിട്ട് പോകും. കാരണം എക്സ്പെക്ടേഷൻ ഓഫ് u1 u2 എക്സ്പെക്ടേഷൻ u2 u3 എന്നൊക്കെ പറയുന്നത് 0 ആണ്. ആ എല്ലാ ടേമും 0 ആയിട്ട് പോകും. അപ്പൊ ബാക്കി ഉണ്ടാവുക ഇത് മാത്രമാണ്. എന്ത്? സിഗ്മ സ്ക്വയർ സമ്മേഷൻ ki സ്ക്വയർ. അവിടെ സിഗ്മ യു എന്ന് പറയുന്നത് യുവിന്റെ എന്താണ്? സിഗ്മ ആയതുകൊണ്ടാണ്. സിഗ്മ യു സ്ക്വയർ, യുവിന്റെ സിഗ്മ ആയതുകൊണ്ടാണ് സിഗ്മ യു സ്ക്വയർ എന്ന് അവിടെ കൊടുത്തത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ കിട്ടിയ കാര്യം എന്താ? എന്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? വേരിയൻസ് ഓഫ് B2 ക്യാപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. വേരിയൻസ് ഓഫ് B2 ക്യാപ്പ് ചെന്ന് നിന്നത് എന്താണ്? സിഗ്മ യു സ്ക്വയർ സമ്മേഷൻ ki സ്ക്വയർ ആണ്. ഈ സമ്മേഷൻ ki സ്ക്വയർ എന്താന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അത് അവിടെ തന്നിട്ടുണ്ട്. സമ്മേഷൻ ki സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ki സ്ക്വയർ എന്ന് 1 ബൈ സമ്മേഷൻ xi സ്ക്വയർ ആണ്. സമ്മേഷൻ ki സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ സമ്മേഷൻ xi സ്ക്വയർ ആണ്. അപ്പൊ ഈ പറയുന്ന ki സ്ക്വയറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? 1 ബൈ സമ്മേഷൻ xi സ്ക്വയർ ആണ്. അതായത് വേരിയൻസ് ഓഫ് B2 ക്യാപ്പ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഓഫ് യുവിന്റെ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ സമ്മേഷൻ xi സ്ക്വയർ. ഈ ki സ്ക്വയറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമ്മേഷൻ xi സ്ക്വയർ എന്ന് കിട്ടി. അതായത് വേരിയൻസ് ഓഫ് B2 ക്യാപ്പ്. ഞാൻ നേരത്തെ മീൻ ഓഫ് B2 ക്യാപ്പ് ആണ് കണ്ടുപിടിച്ചത്. അതെന്തായിരുന്നു? B2 തന്നെയായിരുന്നു. ഇവിടെ എന്തായിരുന്നു? വേരിയൻസ് ഓഫ് B2 ക്യാപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അത് സിഗ്മ സ്ക്വയർ ഓഫ് യു ഡിവൈഡഡ് ബൈ സമ്മേഷൻ xi സ്ക്വയർ ആണ്. യുവിന്റെ സിഗ്മ സ്ക്വയറിനെ സമ്മേഷൻ xi സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ സ്റ്റാൻഡേർഡ് എറർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് B2 ക്യാപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ പറയുന്ന മുകളിൽ കണ്ട വേരിയൻസിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ എന്തായി? സിഗ്മ യു ബൈ റൂട്ട് സമ്മേഷൻ xi സ്ക്വയർ എന്നായി. നേരെ മുകളിൽ വേരിയൻസിന്റെ റൂട്ട് എടുത്താൽ മതി.
ആ റൂട്ട് അവിടെ എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ വേരിയൻസ് ഓഫ് ബി ടു ക്യാപ്പും കണ്ടുപിടിച്ചു, മീൻ ഓഫ് ബി ടു ക്യാപ്പും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മീൻ ഓഫ് ബി വൺ ക്യാപ്പും അതുപോലെ വേരിയൻസ് ഓഫ് ബി വൺ ക്യാപ്പും. രണ്ട് എസ്റ്റിമേറ്റേഴ്സ് ആണുള്ളത്, ബി വൺ ക്യാപ്പും ബി ടു ക്യാപ്പും. അതിന് രണ്ടിനും മീനും അതിന് രണ്ടിനും വേരിയൻസും ആണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റത്തെ ബി ടു ക്യാപ്പിന്റെ മീനും വേരിയൻസും കണ്ടു. ഇനി ബി വൺ ക്യാപ്പിന്റെ മീനും വേരിയൻസും കാണും. ആദ്യം മീൻ ഓഫ് ബി വൺ ക്യാപ്പ് ഇസ് ഇക്വൽ ടു എന്താണ് ബി വൺ ആണെന്നാ പറയണേ. നേരത്തെ പോലെ തന്നെയാണ്. എന്താണ് മീൻ ഓഫ് ബി ടു ക്യാപ്പ് നമുക്ക് ബി ടു തന്നെ കിട്ടി. അതുപോലെ മീൻ ഓഫ് ബി വൺ ക്യാപ്പ് ഇസ് ഇക്വൽ ടു ബി വൺ, അഥവാ എന്ത് തെളിയിച്ചാൽ മതി, എക്സ്പെക്ടേഷൻ ഓഫ് ബി വൺ ക്യാപ്പ് ഇസ് ഇക്വൽ ടു ബി വൺ എന്ന് എന്ത് ചെയ്താൽ മതി, പ്രൂവ് ചെയ്താൽ മതി. എക്സ്പെക്ടേഷൻ ഓഫ് ബി വൺ ക്യാപ്പ് ഇസ് ഇക്വൽ ടു ബി വൺ എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യം നോക്കാം. നമ്മൾ ബി വൺ ക്യാപ്പ് ഇസ് ഇക്വൽ ടു y bar minus b2 cap x bar. v1 cap is equal to y bar minus b2 cap x bar. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് മുന്നേ. ഇത് ഈ ഇക്വേഷൻ ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ബി വൺ ക്യാപ്പിൻ്റെയും ബി ടു ക്യാപ്പിൻ്റെ ഒക്കെ ഇക്വേഷൻ എഴുതുമ്പോൾ ബി വൺ ക്യാപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ബി ടു ക്യാപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതിയപ്പോൾ ഈ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ബി വൺ ക്യാപ്പ് ഇസ് ഇക്വൽ ടു വൈ ബാർ മൈനസ് ബി ടു ക്യാപ്പ് എക്സ് ബാർ എന്ന്. അപ്പം ബി വൺ ക്യാപ്പിന് പകരം ഞാൻ ആ ഇക്വേഷൻ കൊടുക്കുകയാണ്. ഇനി വൈ ബാർ മൈനസ് എക്സ് ബാർ ഇൻറ്റു ബി ടു ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ബി ടു ക്യാപ്പ് ഇസ് ഇക്വൽ ടു എന്താണ്, സമ്മേഷൻ കെ ഐ വൈ ഐ ആണ്. സമ്മേഷൻ കെ ഐ വൈ ഐ ആണ് ബി ടു ക്യാപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ അതേപോലെ തന്നെ സമ്മേഷൻ കെ ഐ വൈ ഐ, അത് വൈ ഐ സ്മോൾ ഐ ആണ്, സ്മോൾ വൈ ഐ ആണ്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സമ്മേഷൻ കെ ഐ എക്സ് ഐനെ നമ്മൾ സമ്മേഷൻ കെ ഐ എക്സ് ഐ, ഇത് സ്മോൾ എക്സ് ഐ ആണ്, ഇത് ക്യാപിറ്റൽ എക്സ് ഐ ആണ്. ഓക്കെ, ഈ സ്മോൾ എക്സ് ഐ സമ്മേഷൻ സ്മോൾ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, എക്സ് ഐ മൈനസ് എക്സ് ബാറിനെയാണ് നമ്മൾ എന്ത് സ്മോൾ എക്സ് ഐനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരുന്നത്. സ്മോൾ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്തത്, എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ്. ഓക്കെ, എക്സ് ഐ മൈനസ് എക്സ് ബാർ ആയിട്ടാണ് സ്മോൾ എക്സ് ഐ റിപ്രസെന്റ് ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഏത്, സമ്മേഷൻ കെ ഐ എക്സ് ഐ. ആ കെ ഐൻ്റെ റിസൾട്ടൊക്കെ സമ്മേഷൻ കെ ഐ യു ഐ എന്നൊക്കെ എഴുതിയ റിസൾട്ടിൻ്റെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട് സമ്മേഷൻ കെ ഐ എക്സ് ഐ ഇസ് ഇക്വൽ ടു സമ്മേഷൻ കെ ഐ ഇൻറ്റു എക്സ് ഐ. അപ്പോൾ അതുപോലെ തന്നെ ഇത് എഴുതി കൂടെ, സമ്മേഷൻ കെ ഐ വൈ ഐ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ കെ ഐ ഇൻറ്റു ക്യാപിറ്റൽ വൈ ഐ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ആ റിസൾട്ട് അനുസരിച്ചാണ് താഴോട്ടുള്ളത് എഴുതുന്നത്. താഴെ എന്തൊക്കെയാണ് എഴുതിയാൽ നോക്കിയേ. ആദ്യം വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും സമ്മേഷൻ വൈ ബൈ എൻ ആണ് അല്ലേ. വൈ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്ര ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വൈ ബാർ കിട്ടും. അപ്പോൾ വൈ ബാറിന് വരെ സമ്മേഷൻ വൈ ഐ ബൈ എൻ എന്ന് എഴുതാൻ പറ്റും. പിന്നെ മൈനസ് എക്സ് ബാർ പുറത്തേക്ക് എടുക്കുന്നു, ബീറ്റ ടു ക്യാപ്പ് എക്സ് ബാർ അല്ലേ, അല്ലെങ്കിൽ എക്സ് ബാർ ഇൻറ്റു സമ്മേഷൻ കെ ഐ വൈ അല്ലേ, അതിൽ എക്സ് ബാർ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. സമ്മേഷൻ കെ ഐ വൈ ഐ സ്മോൾ ഉള്ളത് എങ്ങനെയായി മാറി, ക്യാപിറ്റൽ ആയിട്ട് മാറി. ഇതാ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് അത് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, വൺ ബൈ എൻ സമ്മേഷൻ വൈ ഐ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്താൽ എന്ത് സംഭവിക്കും, ഇവിടെ സമ്മേഷൻ വൈ ഐ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്താൽ എന്ത് സംഭവിക്കും, സമ്മേഷൻ ഇവിടെ ഉണ്ട്, വൈ ഐ പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത്, വൺ ബൈ എൻ അല്ലേ. അതായത് സമ്മേഷൻ വൈ ഐ ബൈ എൻ ആണ്. അതിൽ സമ്മേഷൻ വൈ ഐ ബ്രാക്കറ്റിന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താണ്ടാവുക, വൺ ബൈ എൻ ആണ്. അതുപോലെ എക്സ് ബാർ സമ്മേഷൻ കെ ഐ വൈ ഐ, എക്സ് ബാർ സമ്മേഷൻ കെ ഐ വൈ ഐയിൽ വൈ ഐ പുറത്തേക്ക് പോയാൽ ബാക്കി എന്താ ഉള്ളത്, എക്സ് ബാർ കെ ഐ. സമ്മേഷൻ ഇവിടെ പുറത്തുണ്ട് അതുകൊണ്ടാണ് കേട്ടോ. അപ്പം വൺ ബൈ എൻ മൈനസ് എക്സ് ബാർ കെ ഐ ബ്രാക്കറ്റിൻ്റെ പുറത്ത് വൈ ഐ എന്ന് എടുത്തു. അതായത് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് എന്ത് ചെയ്യുക കിട്ടുന്നത്. ഓക്കെ, സമ്മേഷൻ വൺ ബൈ എന്നും വൈ ഐയും, സമ്മേഷൻ വൈ ഐ ബൈ എൻ, പിന്നെ സമ്മേഷൻ എക്സ് ബാർ കെ ഐ വൈ ഐ ചെയ്യുമ്പോൾ ഈ തന്നെയാണ് കിട്ടുക. അതായത് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണമെന്ന് നോക്കിക്കേ. എന്ത് കിട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ വൺ ക്യാപ്പ്. ഈ പറയുന്ന ഇവിടെ ഇപ്പോൾ കിട്ടിയത് ബീറ്റ വൺ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ് കിട്ടിയത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പെക്ടേഷൻ കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ വൺ ക്യാപ്പ് എന്ന് കിട്ടി. അതുപോലെ ഇവിടെ എക്സ്പെക്ടേഷൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, സമ്മേഷൻ വൺ ബൈ എൻ എക്സ് ബാർ കെ ഐ എക്സ്പെക്ടേഷൻ ഓഫ് വൈ. കാരണം
ഈ ഫസ്റ്റത്തെ ടേം ഇത് ഒരു കോൺസ്റ്റന്റ് ടേം ആയിട്ടാണ് വരിക. അതിന് എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിന് എക്സ്പെക്ടേഷൻ കൊടുക്കണ്ട. അത് കോൺസ്റ്റന്റ് ടേം ആയതുകൊണ്ട് അത് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള യ്ക്ക് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്പെക്ടേഷൻ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ സംഭവിക്കണത് നോക്കിക്കേ. 1/n summation 1/n minus x bar ki. ഈ എക്സ്പെക്ടേഷൻ ഓഫ് യ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, β1 പ്ലസ് β2 xi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് y is equal to β1 പ്ലസ് β2 xi ആണെന്ന് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ എക്സ്പാൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം ഇത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാണ്. അതായത് ആദ്യം 1/n നെ β1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, 1/n നെ β1 കൊണ്ട് ഇൻറ്റു ചെയ്യും, പിന്നെ 1/n നെ β2 xi കൊണ്ട് ഇൻറ്റു ചെയ്യും. അതുപോലെ എക്സ് ബാർ കെ ഐനെ β1 കൊണ്ട് ഇൻറ്റു ചെയ്യും, എക്സ് ബാർ കെ ഐനെ β2 xi കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ, 1/n β1 അല്ലേ, 1/n സമ്മേഷൻ β1. അടുത്തെന്താണ് 1/n എന്ത് ചെയ്യുന്നു, β2 xi ആണ്. അപ്പോൾ 1/n β2 സമ്മേഷൻ xi. പിന്നെ മൈനസ് എക്സ് ബാർ കെ ഐനെ β1 കൊണ്ട്, മൈനസ് എക്സ് ബാർ β1 സമ്മേഷൻ കെ ഐ. പിന്നെ മൈനസ് എക്സ് ബാർ കെ ഐനെ β2 xi ഉണ്ട്, അതായത് മൈനസ് എക്സ് ബാർ β2 സമ്മേഷൻ കെ ഐ xi എന്നും കിട്ടും. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ β1 സമ്മേഷൻ β1 അല്ലേ, ഒരു കോൺസ്റ്റന്റ് ആണ് β1 എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്മേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n β1 കിട്ടാം, n β1 അല്ലേ. n β1 നെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ n ഉം ക്യാൻസൽ ആവും, ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ, β1 ഉണ്ടാവുള്ളൂ. അതായത് സമ്മേഷൻ β1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, n β1 ആണ്. അപ്പൊ n β1/n. ഓക്കെ, അടുത്തത് 1/n β2 സമ്മേഷൻ xi. സമ്മേഷൻ xi ഇവിടെ ഒരു n ഉണ്ട് ബൈ n ഉം, സമ്മേഷൻ xi n ഉം കൂടി ചേർന്ന് എന്തായി, സമ്മേഷൻ xi/n, അതായത് എക്സ് ബാർ ആയി. അപ്പൊ β2 എക്സ് ബാർ എന്ന് കിട്ടി. ഇനി അടുത്തത് ഈ കഷ്ണം എന്തായി, 0 ആയിപ്പോയി. കാരണം എന്താ, സമ്മേഷൻ കെ ഐ എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 0നെ ഇനി നമ്പറിനോട് ഇൻറ്റു ചെയ്താലും 0 തന്നെയാണ് കിട്ടുക. പിന്നെ സമ്മേഷൻ കെ ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്കറിയാം. അപ്പൊ ഇത് 1 ആകുമ്പോൾ 1 ഇൻറ്റു എക്സ് ബാർ β2 എന്ന് പറയുന്നത് എക്സ് ബാർ β2 തന്നെയാണ്. അപ്പോൾ ഇവിടെ എക്സ് ബാർ β2 എന്നും കിട്ടി. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 1 ആയതുകൊണ്ട് 1 ഇൻറ്റു എക്സ് ബാർ β2 എക്സ് ബാർ β2 എന്നും നമുക്ക് കിട്ടി. ഇനിയോ, ഇനി എന്താ സംഭവിക്കുക നോക്കിയേ, n/n β1 എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, β1 ഉണ്ടാവുള്ളൂ. അതുപോലെ ഇവിടെയോ മൈനസ് β2 എക്സ് ബാറും പ്ലസ് β2 എക്സ് ബാറും കൂടി 0 ആയിപ്പോയി. ബാക്കി n/n β1, n/n β1 എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, β1 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് b1 ക്യാപ് ഇസ് ഈക്വൽ ടു b1 എന്ന് കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് b1 ക്യാപ് ഇസ് ഈക്വൽ ടു b1 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ആയി, മീനായി. β1 ക്യാപ്പിന്റെ മീൻ കണ്ടുപിടിച്ചു, അത് β1 എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, എക്സ്പെക്ടേഷൻ ഓഫ് β1 ക്യാപ് ഇസ് ഈക്വൽ ടു β1 എന്ന് കിട്ടിയാൽ എന്ത് പറയാം, β1 ക്യാപ് ഈസ് എ എന്ത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് β1. β1ന്റെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് β1 ക്യാപ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇനി അതിൽ ഒറ്റൊന്നും കൂടിയേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ ഒരു റിസൾട്ടും കൂടി നമുക്ക് കാണിക്കാനുള്ളൂ. എന്താണ്, വേരിയൻസ് ഓഫ് β1 ക്യാപ്. മീൻ ഓഫ് β2 ക്യാപ്, വേരിയൻസ് ഓഫ് β2 ക്യാപ് കണ്ടു, അതുപോലെ മീൻ ഓഫ് β1 ക്യാപ് കണ്ടു. ഇനി വേരിയൻസ് ഓഫ് β1 ക്യാപ്, അത് സിഗ്മ സ്ക്വയർ ഇൻറ്റു സമ്മേഷൻ എക്സ് ഡിവൈഡ് ബൈ എൻ സമ്മേഷൻ എക്സ് സ്ക്വയർ. മുകളിലുള്ള ക്യാപിറ്റൽ എക്സും താഴെയുള്ളത് സ്മോൾ എക്സും ആണെന്ന് എന്ത് ചെയ്യണ്ടേ, കാണിക്കുന്നത്. ഇവിടെ എക്സ് അല്ല കേട്ടോ, എക്സ് സ്ക്വയർ ഉണ്ട് കേട്ടോ, എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്, മാഞ്ഞു വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ആദ്യം β1 ഇസ് ഈക്വൽ ടു സമ്മേഷൻ 1/n എക്സ് ബാർ കെ ഐ ഇൻറ്റു വൈ ഐ. ഇത് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇത് തൊട്ട് മുന്നത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടതാ. എക്സ്പെക്ടേഷൻ കൊടുക്കണതിൻ്റെ മുന്നേ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ β1 ക്യാപ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ 1/n മൈനസ് എക്സ് ബാർ കെ ഐ ഇൻറ്റു വൈ ഐ എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ആ റിസൾട്ടാണ്. ഇവിടെയുള്ള ഈ റിസൾട്ടിനെയാണ് നമ്മൾ എടുത്തിട്ട് ഇവിടേക്ക് എന്ത് ചെയ്തിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കി ആ റിസൾട്ട് കിട്ടിയത് എവിടെയാണെന്ന് മനസ്സിലായി.
ബീറ്റ 1 ക്യാപ് ഇസ് ഇക്വൽ ടു സമ്മേഷൻ 1/n എക്സ് ബാർ കെ ഐ ഇൻറ്റു വൈ ഐ ആണ്. ഇനി വേരിയൻസ് കൊടുക്കുകയാണ്. അതിൻ്റെ രണ്ട് സൈഡിൽ വേരിയൻസ് കൊടുക്കുമ്പോൾ വേരിയൻസ് ഓഫ് ബീറ്റ 1 ക്യാപ് ഇസ് ഇക്വൽ ടു വേരിയൻസ് ഓഫ് സമ്മേഷൻ 1/n മൈനസ് എക്സ് ബാർ കെ ഐ ഇൻറ്റു വൈ ഐ എന്ന് കിട്ടി. ഇനി വേരിയൻസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ടേം എന്ന് പറയുന്നത് സമ്മേഷൻ 1/n മൈനസ് എക്സ് ബാർ കെ എന്ന് പറഞ്ഞ് അതിൽ സമ്മേഷൻ കണ്ടാൽ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവുക അല്ലേ? സമ്മേഷൻ ഒരു കോൺസ്റ്റന്റ് ടേമും ഉണ്ട്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ടേമിൽ ഇൻറ്റു വൈ ഐ അല്ലേ? അതായത് ഈ ടേമിനെ മൊത്തത്തിൽ ഞാൻ എ എന്ന് എടുത്താൽ വേരിയൻസ് ഓഫ് എ വൈ അല്ലേ? വേരിയൻസ് ഓഫ് എ വൈ എന്നാണ് വരിക. അതായത് വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ആണ് നമ്മൾ ചെയ്യാറ്. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് വന്നത്. വേരിയൻസ് ഓഫ് ഇതൊരു കോൺസ്റ്റന്റ് ടേം ആണ്. ഈ കഷ്ണം കോൺസ്റ്റന്റ് ടേം ആണ്. അതിനെ വൈ കൊണ്ട് ഇൻഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ വേരിയൻസ് ഓഫ് എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എ സ്ക്വയർ വേരിയൻസ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ മതി. എക്ക് പകരമുള്ളത് ഈ ടേം ആണ് ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ അല്ലേ? അപ്പോൾ സമ്മേഷൻ 1/n എക്സ് ബാർ കെ എ ഹോൾ സ്ക്വയർ വേരിയൻസ് ഓഫ് വൈ. ഓക്കെ, ഇനി നമുക്കറിയാം എങ്ങനെയാണ് ഇത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് നോക്കാം. വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. വേരിയൻസ് ഓഫ് വൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ സ്ക്വയർ ആണ് എന്ത്? വേരിയൻസ് ഓഫ് വൈ ഐ. ഇനി സമ്മേഷൻ ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമുല അല്ലേ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമുല ആണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അതായത് 1/n സ്ക്വയർ 1/n സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 1/n ഇവിടെ ഉണ്ട്. അതുപോലെ എക്സ് ബാർ കെ ഐ ഇവിടെ ഉണ്ട്. 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ബാറിൻ്റെ സ്ക്വയറും കെ ഐൻ്റെ സ്ക്വയറും. അപ്പോൾ സിഗ്മ സ്ക്വയർ കിട്ടി. ഈ 1/n സ്ക്വയറിൻ്റെ സമ്മേഷൻ കൊടുത്താൽ എന്താ സംഭവിക്കുക? 1/n സ്ക്വയറിൻ്റെ സമ്മേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ n ടൈംസ് ഓഫ് ദാറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സമ്മേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ n ടൈംസ് ഓഫ് ദാറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ n ഇൻറ്റു 1/n സ്ക്വയർ ആണ്. ആ n സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ 1/n ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സമ്മേഷൻ 1/n സ്ക്വയറിന് പകരം എന്ത് എഴുതാൻ എനിക്ക്? 1/n എന്ന് എഴുതാൻ പറ്റും. പിന്നെയോ സമ്മേഷൻ ഇവിടെ സമ്മേഷൻ ഈ ടേമിന് സമ്മേഷൻ കൊടുക്കുമ്പോൾ ഈ രണ്ടാമത്തെ ടേമിന് സമ്മേഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? സമ്മേഷൻ കെ ഐ എന്ന് വരും അവിടെ അല്ലേ? സമ്മേഷൻ കെ ഐ ഇൻറ്റു 2x ബാർ ബൈ n എന്നാണ് ഉണ്ടാവുക. സമ്മേഷൻ കെ ഐ എന്ന് പറഞ്ഞാൽ 0 ആണ് കിട്ടുക. സമ്മേഷൻ കെ ഐ 0 ആയതുകൊണ്ട് 2x ബാർ ബൈ n-നെ 0നെ കൊണ്ട് ഇൻഡ് ചെയ്താൽ അത് 0 ആയിട്ട് പോകും. അപ്പോൾ ഈ നടുവിലുള്ള ടേം ഓൾറെഡി എന്തായിക്കോളും? 0 ആയിട്ട് പോയിക്കോളും. പിന്നെ ബാക്കിയുള്ള ടേം എന്താണ്? എക്സ് ബാർ സ്ക്വയറും കെ ഐ സ്ക്വയറും. എക്സ് ബാർ സ്ക്വയറും കെ ഐ സ്ക്വയർ. അതിന് സമ്മേഷൻ കൊടുക്കുമ്പം സമ്മേഷൻ കെ ഐ സ്ക്വയർ എന്താണ് നമുക്കറിയാം. സമ്മേഷൻ കെ ഐ സ്ക്വയർ ഇസ് ഇക്വൽ ടു 1 സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ആണ്. അപ്പോൾ ആ സമ്മേഷൻ കെ ഐ സ്ക്വയറിന് പകരം 1 സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ കൊടുത്താൽ ഇവിടെ എക്സ് ബാർ സ്ക്വയർ ബൈ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നോക്കുക, നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയതാണ് താഴെ എഴുതിയത്. അതായത് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു 1 സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ n ഇൻറ്റു എക്സ് ബാർ സ്ക്വയർ n എക്സ് ബാർ സ്ക്വയർ താഴെ n ഇൻറ്റു സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സിഗ്മ യുൻ്റെ സ്ക്വയർ എന്ന് കിട്ടി ഇൻറ്റു ഈ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ പ്ലസ് n എക്സ് ബാർ സ്ക്വയർ. സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ പ്ലസ് n എക്സ് ബാർ സ്ക്വയറിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ സമ്മേഷൻ എക്സ് ഐ സ്ക്വയറിനെ നമുക്ക് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഐ മൈനസ് എക്സ് ബാർ ആയിരുന്നു നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. എക്സ് ഐ സ്മോൾ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, സ്മോൾ എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ക്യാപിറ്റൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അതിനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും, സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് n എക്സ് ബാർ സ്ക്വയർ എന്ന്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഈ കാണിച്ചത്. അതായത് സമ്മേഷൻ എക്സ് ഐ സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇത് എഴുതാം അല്ലേ? സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് എഴുതാം. സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് n എക്സ് ബാർ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ പ്ലസ് n എക്സ് ബാർ സ്ക്വയർ ഉണ്ട്. അത് രണ്ടും കൂടി എന്തായിട്ട് പോവും? ക്യാൻസൽ ആയിട്ട് പോവും. ബാക്കി എന്താ ഉണ്ടാവുക? സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ആണ്. അവിടെ ഒരു സമ്മേഷൻ എഴുതാൻ വിട്ടണം. ഈ ടേമിൽ ഒരു സമ്മേഷൻ എഴുതാൻ ഞാൻ വിട്ടിട്ടുണ്ട്, വിട്ടുപോയതാണ്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ബാക്കി ഈ മൈനസ് n എക്സ് ബാർ സ്ക്വയറും പ്ലസ് n എക്സ് ബാർ സ്ക്വയറും പോകുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ താഴെ
n ഓഫ് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. അതായത് നമ്മുടെ ടേം ഇങ്ങനെ കിട്ടി, ഏത് വേരിയൻസ് ഓഫ് ബീറ്റ വൺ ക്യാപ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് നമ്മൾ കണ്ടുപിടിച്ചു. വേരിയൻസ് കിട്ടിയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ കാണാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. ബീറ്റ വൺ ക്യാപ്പിൻ്റെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുമ്പം റൂട്ട് കൊടുക്കുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് കൊടുക്കുന്നു. അപ്പം എന്ത് കിട്ടി, റൂട്ട് ഓഫ് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ബൈ എൻ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ സിഗ്മ സ്ക്വയർ യുവിൻ്റെ റൂട്ട് കണ്ട സിഗ്മ യു എന്നും ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. മീൻ കണ്ടുപിടിച്ചു, ബീറ്റ വണ്ണിൻ്റെയും ബീറ്റ വൺ ക്യാപ്പിൻ്റെയും ബീറ്റ ടു ക്യാപ്പിൻ്റെയും മീൻ കണ്ടുപിടിച്ചു. ബീറ്റ വൺ ക്യാപ്പിൻ്റെയും ബീറ്റ ടു ക്യാപ്പിൻ്റെയും വേരിയൻസും നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അടുത്ത ഒരൊറ്റ റിസൾട്ടും കൂടി, അത് ഇതിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്, ദ എസ്റ്റിമേറ്റ് ഓഫ് വേരിയൻസ് ഓഫ് യു. അതായത് വേരിയൻസ് ഓഫ് യുവിൻ്റെ എസ്റ്റിമേറ്റ്, വേരിയൻസ് ഓഫ് യുവിൻ്റെ എസ്റ്റിമേറ്റ് എന്താണെന്നുള്ളതാണ്. അതിവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാണ് തെളിയിച്ചാൽ മതി. ഇത് ഈ റിസൾട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ ഇത് കാണുക എങ്ങനെയാണെന്നുള്ള പ്രൂഫും നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതായത് സിഗ്മ യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ യു സ്ക്വയർ ബൈ എൻ മൈനസ് ടു ആണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അതായത് വേരിയൻസ് ഓഫ് യുവിൻ്റെ വേരിയൻസ് കാണാനുള്ള എസ്റ്റിമേറ്റ് എന്താണ് എന്നാണ്. ഓക്കെ, യുവിൻ്റെ വേരിയൻസ് കാണാനുള്ള എസ്റ്റിമേറ്റ്, അതായത് സിഗ്മ ക്യാപ്പ് കാണാനുള്ള എസ്റ്റിമേറ്റ്, സിഗ്മ ക്യാപ്പ് എന്തുപയോഗിച്ചാണ് നമ്മൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് കാണുക എന്നാണ്. ഇതിലേക്ക് എങ്ങനെ എത്തുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരൊറ്റ പ്രൂഫാണ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എഴുതിയിട്ടുണ്ട്. yi ഇസ് ഈക്വൽ ടു ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ് ഐ പ്ലസ് യു ഐ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ വൈ ബാർ ഇസ് ഈക്വൽ ടു അപ്പം എന്തായിരിക്കും, വൈ ഐക്ക് പകരം വൈ ബാർ ആകുമ്പോൾ ബീറ്റ വൺ പ്ലസ് ബീറ്റ ടു എക്സ് ബാർ പ്ലസ് യു ബാർ. എക്സ് ഐക്ക് പകരം എക്സ് ബാറും യു ഐക്ക് പകരം എന്ത് വന്നു, യു ബാറും വന്നു. ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യും. അതായത് വൈ ഐ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബീറ്റ വൺ മൈനസ് ബീറ്റ വൺ 0 ആയിട്ട് പോകും. ബാക്കി ബീറ്റ ടു ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാറും യു ഐ മൈനസ് യു ബാറും വന്നു. അതായത് ഇത് കിട്ടി. ഓക്കെ, ഈ വൈ ഐ മൈനസ് വൈ ബാറിനെ നമുക്ക് എന്ത് എഴുതാം, സ്മോൾ വൈ ഐ എന്ന് എഴുതാം. കാരണം നമ്മൾ ക്യാപിറ്റൽ എക്സ് ഐ മൈനസ് എക്സ് ബാറിനെ നമ്മൾ സ്മോൾ എക്സ് ഐ എന്ന് എഴുതിയ പോലെ. ഇനി ബീറ്റ ടു ഇൻറ്റു എന്ത് ചെയ്യുക, എക്സ് ഐ മൈനസ് എക്സ് ബാർ, ക്യാപിറ്റൽ എക്സ് ഐ മൈനസ് എക്സ് ബാറിനെ നമ്മൾ സ്മോൾ എക്സ് ഐ എന്ന് എഴുതുന്നു. പിന്നെ യു ഐ മൈനസ് യു ബാർ. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, യു ഐ ക്യാപ് ഇസ് ഈക്വൽ ടു വൈ ഐ മൈനസ് ബീറ്റ ടു ക്യാപ് എക്സ് ഐ ആണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഐ ക്യാപ്പ് വൈ ഐക്ക് പകരം ഈ മുകളിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതാണ് ഈ എഴുതി വെച്ചത്. എന്ത്, ബീറ്റ ടു എക്സ് ഐ പ്ലസ് യു ഐ മൈനസ് യു ബാർ. ഇനി ബീറ്റ ടു ക്യാപ് എക്സ് ഐ അതുപോലെ ഇവിടെ തന്നെ എന്ത് ചെയ്തു, എഴുതി. ഈ മുകളിലുള്ള ഇക്വേഷൻ എടുത്തിട്ട് താഴെയുള്ളതിൽ ഇക്വേഷൻ 4 ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി യു ഐ ഇസ് ഈക്വൽ ടു ഇതിൽ രണ്ടിലും ബീറ്റ ടു എക്സ് ഐയും ബീറ്റ ടു ക്യാപ് എക്സ് ഐ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബീറ്റ ടു മൈനസ് ബീറ്റ ടു ക്യാപ് എക്സ് ഐ എന്ന് എഴുതാം. പിന്നെ യു ഐ മൈനസ് യു ബാർ. ഇനി അതൊന്ന് ഓർഡർ മാറ്റി എഴുതിയെന്നുള്ളൂ. ഈ താഴെയുള്ള അഞ്ചാമത്തെ ഇക്വേഷൻ ആദ്യം യു ഐ മൈനസ് യു ബാർ എഴുതി, പിന്നെ മൈനസ് പുറത്തെടുത്തിട്ട് ബീറ്റ ടു ക്യാപ് മൈനസ് ബീറ്റ ടു എക്സ് ഐ എന്ന് എഴുതി. കാരണം മൈനസ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ മുകളിലുള്ളതും താഴെയുള്ളതും സെയിം തന്നെയാണ്. ബീറ്റ ടുവിനുള്ളത് എന്താണ്, പോസിറ്റീവ് സൈനും ബീറ്റ വണ്ണിലുള്ള ബീറ്റ ടു ക്യാപ്പിനുള്ളത് പോസിറ്റീവ് സൈനും, ബീറ്റ ടു ക്യാപ്പിന് നെഗറ്റീവ് സൈനും ബീറ്റ ടുവിന് പോസിറ്റീവ് സൈനും തന്നെയാണുള്ളത്. ഈ മൈനസും കൂടി പ്ലസ് ഒക്കെ ആയിട്ട് ഈ മുകളിലുള്ള ഇക്വേഷൻ താഴെയുള്ള ഇക്വേഷനും തന്നെയാണ്, സെയിം ആണ്. ഒന്ന് ഓർഡർ മാറ്റി എഴുതി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സമ്മേഷൻ എടുക്കുന്നു. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു, എന്നിട്ട് സമ്മേഷൻ എടുക്കുകയാണ്. അതായത് യു ഐൻ്റെ സ്ക്വയർ എഴുതുന്നു, അതിൻ്റെ സമ്മേഷൻ കാണും. അതുപോലെ ഇവിടെയും സ്ക്വയർ ചെയ്ത് സമ്മേഷൻ കാണുന്നു. സ്ക്വയർ ചെയ്ത് സമ്മേഷൻ കാണുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഓർഡർ മാറിയിട്ടാണ് ഇതിൽ വരുന്നത്. ആദ്യം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ. എന്തായാലും ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ടേമിൻ്റെ സ്ക്വയർ ഉണ്ടാവും. പിന്നെ 2 ഇൻറ്റു ഫസ്റ്റ് മൈനസ് ഓഫ് 2 ഇൻറ്റു
എ ഇൻറ്റു ബി അല്ലേ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ ടേമിൻ്റെ സ്ക്വയർ ലാസ്റ്റത്തെ ടേമിൻ്റെ സ്ക്വയർ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് ബീറ്റ ടു ക്യാപ്പ് മൈനസ് ബീറ്റ ടു ഹോൾ സ്ക്വയർ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഇതാ ഈ ടേമിൻ്റെ സ്ക്വയർ. പിന്നെ സമ്മേഷൻ യു ഐ മൈനസ് യു ബാറിൻ്റെ സ്ക്വയർ ഉണ്ടോ, രണ്ടാമത്തെ ടേമിൻ്റെ സ്ക്വയർ. പിന്നെ 2ab 2 ഇൻറ്റു ബീറ്റ ടു ക്യാപ്പ് മൈനസ് ബീറ്റ ടു സമ്മേഷൻ എക്സ് ഐ യു ഐ മൈനസ് യു ബാർ 2ab എന്നുള്ള ടേമും വന്നു. അങ്ങനെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേമിൽ ഇത് എക്സ്പാൻഡ് ചെയ്തതാണ്. ഇനി അതിൻ്റെ രണ്ട് സൈഡിൽ എക്സ്പെക്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ സ്ക്വയർ അല്ലേ, സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പ് മൈനസ് ബീറ്റ ടു ഹോൾ സ്ക്വയർ. ഈ മുകളിലുള്ള ടൈമിൽ മൊത്തത്തിൽ എന്ത് ചെയ്തതാണ്, എക്സ്പെക്ടേഷൻ കൊടുത്തതാണ് ഈ കാണുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ മൈനസ് യു ബാർ സ്ക്വയർ മൈനസ് 2 എക്സ്പെക്ടേഷൻ ഓഫ് ബി ടു ക്യാപ്പ് മൈനസ് ബി ടു സമ്മേഷൻ എക്സ് ഐ യു ഐ മൈനസ് യു ബാർ എന്ന് കിട്ടും. ഇനി ഈ താഴെ കാണുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. താഴെ കാണുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു മൈനസ് ബീറ്റ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പ് മൈനസ് ബീറ്റ ടു ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിനെ വേരിയൻസ് ഓഫ് ബീറ്റ ടു എന്ന് വിളിക്കും, വിച്ച് ഈസ് സിഗ്മ സ്ക്വയർ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ച കാര്യമാണ്. സിഗ്മ സ്ക്വയർ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ആണ് വേരിയൻസ് ഓഫ് ബീറ്റ ടു ക്യാപ്പ് എന്ന് പറയുന്നത്, ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ എന്തോ ഈ എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ മൈനസ് യു ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് വൺ സിഗ്മ സ്ക്വയർ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ മൈനസ് യു ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് വൺ സിഗ്മ സ്ക്വയർ ആണ്. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പ് മൈനസ് ബീറ്റ ടു സമ്മേഷൻ എക്സ് ഐ യു ഐ മൈനസ് യു ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ആണ്. ഈ മൂന്ന് കാര്യങ്ങളും ഈ മുകളിലുള്ള ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് എന്താണെന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഞാൻ ഈ താഴെ എഴുതിയിട്ടുള്ളത്. അതായത് നോക്കിക്കോളാം, എന്ത് ചെയ്യുന്നു, എക്സ്പെക്ടേഷൻ ഓഫ് ഈ മുകളിലുള്ള ഇക്വേഷനിൽ ഇതാ ഇവിടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ സ്ക്വയർ, പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു ക്യാപ്പ് മൈനസ് ബീറ്റ ടു സ്ക്വയർ അത് പറഞ്ഞാൽ എന്താണ്, ഇതാ സിഗ്മ സ്ക്വയർ, പിന്നെയോ താഴെ ഒരു എക്സ് ഐ സ്ക്വയർ, സിഗ്മ സ്ക്വയർ ബൈ എക്സ് ഐ സ്ക്വയർ. പിന്നെ അടുത്ത കഷ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാ, എൻ മൈനസ് വൺ സിഗ്മ സ്ക്വയർ. എൻ മൈനസ് വൺ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ടേമിന് പകരം എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ യു ഐ മൈനസ് യു ബാർ സ്ക്വയറിന് പകരം എന്താ എൻ മൈനസ് വൺ സിഗ്മ സ്ക്വയർ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അടുത്തത് ഈ ടേമിന് പകരം ഏത് സിഗ്മ സ്ക്വയർ സിഗ്മ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എവിടെയാണ്, എന്താ ഈ ടേം 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ടു മൈനസ് ബീറ്റ ടു സമ്മേഷൻ എക്സ് ഐ യു ഐ മൈനസ് യു ബാറിന് പകരം സിഗ്മ സ്ക്വയർ മൈനസ് 2 പിന്നെ ഇതിന് പകരം സിഗ്മ സ്ക്വയറും, അപ്പം മൈനസ് 2 സിഗ്മ സ്ക്വയർ അത് ഇവിടെ വന്നു. ഇനി അത് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കുക, ഈ സമ്മേഷൻ എക്സ് ഐ സ്ക്വയറും ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി എന്താ ഉള്ളത്, ഒരു സിഗ്മ സ്ക്വയർ ഉള്ളത്. സിഗ്മ സ്ക്വയർ എൻ മൈനസ് വൺ സിഗ്മ സ്ക്വയർ മൈനസ് 2 സിഗ്മ സ്ക്വയറും എൻ സിഗ്മ സ്ക്വയർ മൈനസ് വൺ സിഗ്മ സ്ക്വയർ മൈനസ് 2 സിഗ്മ സ്ക്വയർ. മൈനസ് സിഗ്മ സ്ക്വയറും പ്ലസ് സിഗ്മ സ്ക്വയറും ക്യാൻസൽ ആവും. ബാക്കി എൻ സിഗ്മ സ്ക്വയറും 2 സിഗ്മ സ്ക്വയറും ഉണ്ടാവുള്ളൂ. എന്നും സിഗ്മ സ്ക്വയറിലും 2 സിഗ്മ സ്ക്വയറിലും കോമൺ ആയിട്ട് സിഗ്മ സ്ക്വയറിലുണ്ട് പുറത്തെടുക്കുന്നു. ബാക്കി എൻ മൈനസ് 2 സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. ആ എൻ മൈനസ് 2 സിഗ്മ സ്ക്വയർ തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ യു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് 2 സിഗ്മ സ്ക്വയർ എന്നാണ് കിട്ടുക. എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ യു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് 2 സിഗ്മ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് എൻ മൈനസ് ടുവിന് ഇങ്ങോട്ട് താഴെ ഇൻറ്റു എൻ മൈനസ് ടു ഇങ്ങോട്ട് വന്ന് ഡിവൈഡ് ബൈ എൻ മൈനസ് ടു. എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ യു ഐ സ്ക്വയർ ബൈ എൻ മൈനസ് ടു, ഇവിടെ ഈ ബൈ ആണ് കേട്ടോ, ബൈ എൻ മൈനസ് ടു ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതായത് ഇതാ എസ്റ്റിമേറ്റ് ഓഫ് സിഗ്മ സ്ക്വയർ കിട്ടി, സമ്മേഷൻ യു ഐ സ്ക്വയർ, ഓക്കെ, സമ്മേഷൻ യു ഐ സ്ക്വയർ ബൈ എൻ മൈനസ് ടു ആണ്. അതായത് സിഗ്മ സ്ക്വയർ ഈസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. സിഗ്മ സ്ക്വയർ ക്യാപ്പ് എന്ന് പറയുന്നത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ ആണെന്ന് കാണിക്കണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് നേരത്തെ
എക്സ് ബാർ ഈസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ എന്ന് എങ്ങനെയാണ് കാണിച്ചിരുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് കാണിച്ചാൽ മതി. അതുപോലെ സിഗ്മ സ്ക്വയർ സിഗ്മ ക്യാപ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയറിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് കാണിക്കാൻ, സിഗ്മ ക്യാപ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയറിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് കാണിക്കാൻ എക്സ്പെക്ടേഷൻ ഓഫ് സിഗ്മ ക്യാപ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയറിന് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് സിഗ്മ ക്യാപ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് ഈ പറയുന്ന സമ്മേഷൻ യു ഐ ക്യാപ് സ്ക്വയർ ബൈ എൻ മൈനസ് ടു ആണ്. 1/n-2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, കോൺസ്റ്റന്റ് ആണ്, അതിന് എക്സ്പെക്ടേഷൻ കൊടുക്കണ്ട, പുറത്തേക്ക് എടുത്തു. എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ ക്യാപ് സ്ക്വയർ, എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ ക്യാപ് സ്ക്വയർ എന്താണെന്ന് നമ്മൾ ഇപ്പോൾ ഓൾറെഡി മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് യു ഐ ക്യാപ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ n-2 സിഗ്മ സ്ക്വയർ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത n-2 സിഗ്മ സ്ക്വയർ n-2 ക്യാൻസൽ ചെയ്താൽ സിഗ്മ സ്ക്വയർ എന്ന് കിട്ടി. അതായത് നമുക്ക് എന്ത് കിട്ടി? സിഗ്മ ക്യാപ് സ്ക്വയർ ഈസ് എ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ. സിഗ്മ ക്യാപ് സ്ക്വയർ എന്താണ്? സിഗ്മ സ്ക്വയറിന്റെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണണമെങ്കിൽ അതിന്റെ റൂട്ട് എടുത്താൽ മതി. സ്റ്റാൻഡേർഡ് എറർ കാണാൻ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെയാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് എറർ കാണാൻ റൂട്ട് ഓഫ് സമ്മേഷൻ യു ഐ ക്യാപ് സ്ക്വയർ ബൈ n-2, അതായത് മുകളിലുള്ളതിന്റെ റൂട്ട് എടുത്താൽ എന്ത് കിട്ടി? ഈ പറയുന്ന ഇതിന്റെ റൂട്ട് എടുത്താൽ അതിന്റെ സ്റ്റാൻഡേർഡ് എറർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടും. അപ്പൊ സമ്മേഷൻ യു ഐ സ്ക്വയറിന്റെയും n-2ന്റെയും റൂട്ട് എടുത്തു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ 5 വാല്യൂസ്, 5 പാരാമീറ്റേഴ്സിന്റെയും 5 വാല്യൂസ് കണ്ടുപിടിച്ചു. രണ്ട് പാരാമീറ്റേഴ്സ് β1 ക്യാപ്പ് β2 ക്യാപ്പ്, അതിന്റെ രണ്ടിന്റെയും β1 ക്യാപ്പിന്റെയും β2 ക്യാപ്പിന്റെയും മീനും വേരിയൻസും കണ്ടു. അതുപോലെ സിഗ്മ ക്യാപ്പ് അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ ക്യാപ്പിന്റെ എന്തും കണ്ടുപിടിച്ചു. ഇവിടെ സിഗ്മ സ്ക്വയർ ക്യാപ്പിന്റെ മീനും നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അപ്പൊ ഈ പാരാമീറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? β1 ക്യാപ്പ്, അതുപോലെ β2 ക്യാപ്പ്, പിന്നെയോ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ യുവിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ യൂസ് ചെയ്യുന്ന സിഗ്മ യു ക്യാപ്പ്. ഈ 3 എണ്ണത്തിന്റെയും ഈ എസ്റ്റിമേറ്റേഴ്സിന്റെയും മീനും വേരിയൻസും ആണ് നമ്മൾ അവസാനമായിട്ട് എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്.